ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം 4-ാം സ്കന്ധം 16-ാം അധ്യായം. സൂതമാഗധാദി സ്തുതി. മൈത്രേയൻ പറഞ്ഞു, ഏവം ചൊല്ലും നൃപതിയെ മുനിപ്രേരിതർ വന്ദികൾ തദ്വാക്യാമൃതപാനത്താൽ തുഷ്ടരായി സ്തുതി ചെയ്യുകയായി. മായാവപുസാണ്ട സുരേശനായ നിൻമഹത്വമോദാന സമർത്ഥർതാനിവർ. വൈന്യൻ ഭവാൻ തൻ പുരുവിക്രമങ്ങൾ വാഗീശർക്കുമോദാനെളുതല്ലൊരിക്കലും. എന്നാലും ആ വിഷ്ണുകലാവതാരമായി പ്രകീർത്തി തന്നിൻ ചരിതത്തിലാദരം മുഴുത്ത് ഋഷിപ്രേരിതരായി ഞങ്ങൾ വിസ്മരിക്കുവൻ നിൻമഹിത പ്രവൃത്തികൾ. എന്നാലും ആ വിഷ്ണുകലാവതാരമായി പ്രകീർത്തി തന്നിൻ ചരിതത്തിലാദരം മുഴുത്ത് ഋഷിപ്രേരിതരായി ഞങ്ങൾ വിസ്തരിക്കുവൻ നിൻമഹിത പ്രവൃത്തികൾ. ധർമാതിർത്തികളെ കാത്തും ശാസിച്ചും തദ്രിപുക്കളെ ധർമ്മഭൃദ്വരനി ഭൂപൻ ധർമ്മം വാഴിക്കുമുർവിയിൽ. യഥാകാലം രണ്ടു ലോകത്തിനും ഹിതമണച്ചിവൻ ഭരിപ്പൂതിക്പര സർവമാത്മദേഹത്തിൽ നിർണയം. കരം പിരിച്ചും തക്കപ്പോൾ ചിലവാക്കിയുമീ വിഭു വാഴും മഞ്ഞിൽ സൂര്യനെപ്പോൽ സമദൃക്കായി പ്രതാപിയായി തലക്കേറിച്ചവിട്ടുന്ന ദീനർ തന്നക്രമത്തെയും ഭൂമിയെപ്പോൽ പൊറുത്തിയിടും കരുണാമൂർത്തിയാമിവൻ. മഴയില്ലാതെ കഷ്ടത്തിൽപ്പെടും നാട്ടാരെ അഞ്ജസാ നൃപാകാരൻ ഹരീവൻ രക്ഷിക്കും ശുക്രനെന്ന പോൽ. പുഞ്ചിരിപ്പൂവെണ്ണിലാവാൽ ആർദ്രാപാങ്കേക്ഷണങ്ങളാൽ ലോകത്തെ ആനന്ദിപ്പിക്കുമീ മുഖ്യാമൃതഭാനുമാൻ. ഹരേ ഗുരുവായൂരപ്പ. പുഞ്ചിരിപ്പൂവെണ്ണിലാവാൽ ആർദ്രാപാങ്കേക്ഷണങ്ങളാൽ ലോകത്തെ ആനന്ദിപ്പിക്കും ഈ മുഖാമൃതഭാനുമാൻ. ഹരേ. ഗൂഢം സ്വകാര്യം നിജമാർഗവും സംഗുപ്തം ധനം കർമ്മം അഗാധമീ വിധം ചരിപ്പു യാദപ്പതിപോൽ നിഗൂഢമീ അനന്തമാഹാത്മ്യഗുണൈകഭാജനം. ചാരത്തും ദൂരസംസ്ഥൻ പോൽ ദുർഗമൻ വീര്യദുസ്സഹൻ അധൃശ്യതേജസ്സുമാണീ വേനാരണ്യുദ്ധിതാനലൻ. ചാരരാൽ സർവഭൂതാന്തർബിഹി കർമ്മങ്ങൾ കാൺകിലും വായുപോൽ നിസ്സംഗനായി ചരിപ്പൂ സർവസാക്ഷിയായി. അദണ്ഡ്യനെങ്കിൽ ശിക്ഷിക്കാ ശത്രുപുത്രനെയും തഥാ ശിക്ഷിപ്പൂദണ്ഡ്യനാം പുത്രനെയും. ഈ ധർമ്മസംസ്ഥിതൻ ഭഗവാൻ സൂര്യനെങ്ങോളം വെളിച്ചം നൽകി മിന്നുമോ മാനസാദ്രിയോളം തച്ചക്രമെത്തുമനാഹതം. മനോരഞ്ജകമാത്മജേഷ്ഠിതത്താൽ ജഗത്തിനെ രഞ്ജിപ്പിക്കുകയാൽ ചൊൽവൂ രാജാവായിവനജ്ജനം. ദൃഢവ്രതൻ സത്യസന്ധൻ ബ്രഹ്മണ്യൻ വൃദ്ധസേവകൻ ദയാലു മാനദൻ സർവഭൂതാശ്രയനുമാണിവൻ. അമ്മയെപ്പോൽ പരസ്ത്രീയെ സ്വാർത്ഥാംഗം പോൽ സ്വപത്നിയെ മക്കളെപ്പോൽ പ്രജകളെ സ്നേഹിപ്പോൻ ബ്രാഹ്മണാനുഗൻ. ആത്മപ്രിയൻ പ്രാണികൾക്ക് സുഹൃത്തുക്കൾക്കു സൗഖ്യദൻ ദുഷ്ടർക്ക് അന്തകൻ ആത്മജ്ഞസംഗകാരിയുമാണിവൻ. അവിദ്യയാൽ കൽപ്പിതമീ പ്രതീതമാം പ്രപഞ്ചനാനാത്വമാരിലില്ലയോ കൂടസ്ഥനാം ആ ത്രിഗുണേശനവ്യയൻ തന്നംശമായുള്ളവനീ നരാധിപൻ. അതുല്യനീ വീര്യനൃപേന്ദ്രൻ ഉത്തമം രഥത്തിൽ വില്ലൊത്തുദയാചലം മുതൽ ഭൂവാകനിത്യം രവിബിംബമെന്ന പോൽ പ്രദക്ഷിണം ചെയ്തിഹ കാക്കും ഉർവിയെ. അതാതിടത്തിൽ നൃപാലർ ദിക്പരൊത്തു വന്നു നൽകും ബലി ആദരത്തൊടും. ചക്രായുധൻ ദാനിധി തൽപുരന്ധ്രിമാർ പുകഴ്ത്തുമീ ആദി നൃപേന്ദ്രനെത്തതാ. അയഗ്നമിന്ദ്രൻ പടി വിൽത്തലപ്പിനാൽ ശൈലങ്ങൾ ഭേദിച്ചു മഹീതലം തുലോം സമീകരിച്ച് ഇദ്ധരയെ കറന്നു സംരക്ഷിക്കുമീ നാട്ടിനെ ഈ പ്രജേശ്വരൻ. അദൃശ്യമാം ആജഗബന്ധനുസ്സുമായി മന്നാകെ വാൽപൊക്കിയ സിംഹമെന്ന പോൽ ടങ്കാരനാദത്തൊടിവൻ ചരിക്കവേ മൃഗങ്ങൾ പോൽ ദ്രോഹികൾ പാഞ്ഞൊളിച്ചിടും. 100 അശ്വമേധങ്ങൾ നടത്തുമീ നൃപൻ സരസ്വതീ സ്വർണതിയുദ്ഭവിച്ചടം. ഹരിക്കും അന്ത്യം മഖവേളയിങ്കലാഹയത്തെ ദേവാധിപനാം ശതക്രതു. ഇവൻ സ്വഗേഹോപവനത്തില സനൽകുമാരനാം ഷൽഗുണപൂർണനെ സ്വയം സമർച്ചനം ചെയ്തണയും
സ്വഭക്തിയാൽ വിശുദ്ധമാം ജ്ഞാനമനന്യദുർലഭം. ഏവം കേളിപെരുത്തുള്ള പൃഥുവാം പൃഥുവിക്രമൻ എങ്ങെങ്ങു പോകിലും കേൾക്കുമാത്മകീർത്തി പ്രകീർത്തനം. സ്വശക്തിയാൽ ദിക്കുകൾ കീഴടക്കി ദുർജനത്തെ വെന്നാശു നിജാജ്ഞയെങ്ങുമേ നടത്തി ദേവാസുരഗീതകീർത്തിയായി ഭവിക്കും ഈ നിസ്തുലനാം മഹീപതി. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. 16-ാം അധ്യായം കഴിഞ്ഞു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.